ഇന്നത്തെ വീഡിയോ നമുക്ക് കുക്കിംഗ് എങ്ങനെ ഈസിയായി ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഓരോരുത്തരും അടുക്കളയിൽ 2-3 മണിക്കൂറൊക്കെ ആണല്ലേ രാവിലെ ചിലവഴിക്കാറ്. പെട്ടെന്ന് ജോലി തീർത്ത് നമ്മുടേതായ ഒരു സമയം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പറ്റും ഇതുപോലെ ചെയ്താൽ. ഇതിൻ്റെ അവസാനം ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ച സാധനം കൊണ്ടുള്ള ഒരു റെസിപ്പി കൂടി നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഞാൻ ആദ്യം ക്യാബേജ് വാങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് ഉപ്പും വിനീഗറും ഇട്ട വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ പച്ചക്കറികൾ അധികവും തോട്ടത്തിൽ തന്നെ പറിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അധികമൊന്നും എനിക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരുന്നില്ല. പിന്നെ ഞാനിവിടെ കുറച്ച് പനീർ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പനീർ ഉണ്ടാക്കുന്ന ഈ പാത്രം ഞാൻ മീഷോന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ചെറിയൊരു പൈസയേ ഉള്ളൂ ഇതിന്. നമുക്ക് എളുപ്പത്തിൽ പനീർ ഉണ്ടാക്കാം. അടിയിൽ നിന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് ക്യൂബ്സ് ആക്കി നമുക്കൊരു പാത്രത്തിലിട്ട് വെച്ചാൽ ഒരാഴ്ചത്തേക്ക് നമുക്ക് 2-3 പ്രാവശ്യം എടുക്കാനുള്ളത് കിട്ടും. ഈ പനീർ ഉണ്ടാക്കുന്ന മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. സാധാരണ തുണിയിൽ അരിച്ച് വയ്ക്കുമ്പോൾ ആ ഒരു ഷേപ്പൊന്നും നമുക്ക് കിട്ടാറില്ല. പിന്നെ ഞാൻ പാലും പുറത്തുനിന്ന് വാങ്ങാറില്ല കേട്ടോ. ഞങ്ങൾ തോട്ടത്തിൽ തന്നെ കൊണ്ടുവരുന്നതാണ്. നമുക്ക് പശുക്കളുണ്ട്. എൻ്റെ ഫ്രീസറിൽ ഓൾറെഡി ഒരുപാട് പനീർ ഉണ്ടാക്കി വെച്ച് തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അതിന് ഇത്ര കുറച്ച് നിങ്ങൾക്ക് കാണിക്കാനായി മാത്രം ഉണ്ടാക്കുന്നതാണ്. വെജിറ്റബിൾസൊക്കെ ഞാൻ ഒരാഴ്ചത്തേക്ക് വേണ്ടത് മാത്രമേ കട്ട് ചെയ്ത് വെക്കാറുള്ളൂ. അത് ഞങ്ങൾ ഒരാഴ്ചത്തേക്കുള്ളതാണ് തോട്ടത്തിൽ പോയി വരുമ്പോൾ കൊണ്ടുവരാറ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫ്രീസ് ചെയ്യാം. അപ്പോൾ ഇത് പനീർ നമ്മൾ അരിച്ചെടുത്ത വെള്ളം ഒരിക്കലും കളയരുത്. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ എടുക്കാം. ഇത് ചൂടോടു കൂടി തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ പാത്രത്തിൽ ആക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. നമുക്ക് ഓരോ ദിവസം ചപ്പാത്തിയോ പൂരിയോ, ഞാൻ പുട്ട് നനക്കാനും പിന്നെ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ പൊടി കുഴക്കാനും ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ. അത്രയ്ക്കും പ്രോട്ടീൻ റിച്ചാണിത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അഥവാ നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ ഉള്ള പ്ലാന്റ്സിനൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാം. നന്നായി തന്നെ ചെടി വളരുന്നതാണ്. ഇപ്പോൾ ക്യാബേജ് കുറച്ച് സമയം ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതൊരു അരിപ്പയിലിട്ട് ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ വെജിറ്റബിൾസ് എല്ലാം ഒരു ദിവസമാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കാറുള്ളത്. ഒരു ദിവസം വെച്ചാൽ ചിലപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടായിട്ട് അങ്ങനെയായിട്ട് കട്ട് ചെയ്തെടുക്കും. നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്ന വരില്ല. പിന്നെ ചിക്കനും ഫിഷ് ഇങ്ങനെയൊക്കെ ഉള്ളത് വേറൊരു ദിവസം ചെയ്യും. എല്ലാം ഒരേ ദിവസം ആകുമ്പോൾ നമുക്ക് മടുത്തു പോവും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. ഇപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വീണ്ടും അരിപ്പയിലേക്ക് ഇട്ടിട്ടൊന്ന് മാറ്റി വെക്കാം. അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. നമ്മളിപ്പോഴാണല്ലോ കഴുകിയെടുത്തത്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുറന്നു പോവട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഞാൻ നരമ്പനാണ് മുറിക്കുന്നത്. തോട്ടത്തിൽ നിന്ന് പറിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഉപ്പും വെള്ളത്തിലൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. വിനീഗറിലൊന്നും നമ്മൾ വാങ്ങിയതൊന്നും അല്ലല്ലോ. ഇത് ഞാൻ 2 തരത്തിലാണ് മുറിക്കുന്നത്. ഒന്ന് ഓലന് വേണ്ടിയിട്ടും പിന്നെ ഒന്ന് തോരന് വേണ്ടിയിട്ടും. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ തന്നെ നമ്മൾ മുറിച്ചെടുക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ എടുക്കുമ്പോൾ വീണ്ടും അത് ചെറിയ പീസാക്കാനൊന്നും നിൽക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ മുറിക്കുന്ന ആ സമയം വീണ്ടും നഷ്ടമാണ് നമുക്ക്. ഇതെന്തായാലും നമ്മൾ ഒരു ദിവസം ഇതിനായിട്ട് തന്നെ ചിലവഴിച്ചാൽ നമുക്ക് ഒരാഴ്ചയിൽ നമുക്ക് നല്ല സമയം ലാഭിക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഒരു പേപ്പർ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റൊക്കെ പെട്ടെന്ന് കളയാം. അല്ലെങ്കിൽ നമുക്ക് എല്ലാം വാരി എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ആ പേപ്പറിലേക്ക് തന്നെ അങ്ങോട്ട് തള്ളിക്കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ബോക്സസ് ഉണ്ടോ, അത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചാണ്. നല്ല ലാഭത്തിന് കിട്ടി നല്ല ബോക്സാണ് കേട്ടോ. അപ്പോൾ 6 ബോക്സ് ഉണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ എടുത്ത് വെക്കാൻ എളുപ്പമാണ്. പിന്നെ നമുക്ക് കഴിഞ്ഞാലും കഴുകിയിട്ട് വെക്കുമ്പോൾ എല്ലാം അകത്തകത്തായിട്ട് വെക്കാം. അപ്പോൾ നമുക്കത് സ്റ്റോർ ചെയ്യാനും എളുപ്പമാണ്. ഇത് ഞാൻ തോരന് വേണ്ടിയിട്ടാണ് കേട്ടോ മുറിക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ സ്റ്റോർ ചെയ്യാം. തോട്ടത്തിൽ നിന്ന് കൊണ്ടിരുന്ന പച്ചക്കറിയെല്ലാം അവിടെ നിന്ന് തന്നെ കഴുകിയിട്ടാണ് ഞാൻ കൊണ്ടുവരാറ്. അവർ കഴുകിയിട്ട് തന്നെ തരും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇത് മുറിച്ചാൽ മതി. നമ്മൾ കഴുകിയതിന് ശേഷം മുറിക്കുന്നത് തലേ ദിവസമെങ്കിലും കഴുകി വെക്കാൻ നോക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് എളുപ്പത്തിൽ രാവിലെ എല്ലാം ഉണങ്ങിയിട്ടുണ്ടാവും മുറിച്ചെടുക്കാൻ ഈസി ആവുന്നത്. ഇപ്പോൾ ഞാൻ പയറും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഒരേ പാത്രത്തിലേക്ക് തന്നെ ഇടുന്നുണ്ട് ഇത് മുഴുവനും. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഓരോ പ്രാവശ്യം എടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മൂടി ഉണ്ടല്ലോ, മൂടിക്ക് കുറച്ച് വെള്ളം ഉണ്ടാവും. അതൊന്ന് തുടച്ചതിന് ശേഷം വേണം വീണ്ടും നമ്മൾ മൂടി വെക്കാനായിട്ട്. അടുത്തത് കോവയ്ക്കയാണ്. കോവയ്ക്ക ഞാൻ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടാണ് മുറിക്കുന്നത്. കോവയ്ക്കയും പച്ചമുളകും ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയാണ് നല്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാളയാണ് മുറിച്ച് വെക്കുന്നത്. അതും ഇതേപോലെ മുറിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെ മുറിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. നമുക്ക് ഉച്ചക്കൊന്നും അധികം ജോലിയില്ലാത്ത ദിവസം വേണം നമ്മൾ ഇതിനായി തിരഞ്ഞെടുക്കുക. ഇന്ന് ഞങ്ങൾക്ക് ലഞ്ച് പുറത്തുനിന്നാണ്. കാരണം ഇന്നൊരു റിസപ്ഷൻ ഉണ്ട് നമുക്ക് കല്യാണത്തിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള ദിവസമാകുമ്പോൾ ഞാൻ അതുവരെ ഫ്രീ ആണ്. ഇപ്പോൾ റെഡിയായി പോയാൽ മതിയല്ലോ. അല്ലെങ്കിൽ തലേ ദിവസത്തെ കറികളെല്ലാം ഫ്രിഡ്ജിലുള്ള ദിവസം നമ്മൾ ഇതിനായി തിരഞ്ഞെടുക്കുന്നത് നല്ലത്. അപ്പോൾ ഇതിന് കുറച്ച് സമയം വേണം. കൂടാതെ എനിക്കിത് വീഡിയോസ് എടുക്കുമ്പോഴാണ് കൂടുതൽ സമയം വേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീരുന്നുണ്ട്. ഇതുപോലെ ക്യാബേജ് വെക്കുമ്പോൾ നമ്മൾ അടിയിലും മേലെ ഓരോ ടിഷ്യൂ പേപ്പർ വെക്കുന്നത് നല്ലതാണ്.
വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അത് ഒപ്പിയെടുക്കും. നമ്മളിപ്പം കഴുകിയതാണല്ലോ, മറ്റേ വെജിറ്റബിൾസൊക്കെ കഴുകി നല്ല ഉണങ്ങിയതാണ് ഞാൻ മുറിച്ചത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വെള്ളം ഉണ്ട് സംശയം ഉണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് കറിവേപ്പില ഞാൻ ഇതുപോലെ പൊട്ടിച്ച് കൊണ്ടുവരാറാണ്. പിന്നെ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് എൻ്റെ അടുത്ത്, പക്ഷെ അപ്പോൾ പോയി പൊട്ടിച്ചെടുക്കാനും ബുദ്ധിമുട്ടല്ലേ. കറിവേപ്പില എനിക്ക് ഒരുപാട് വേണം കേട്ടോ. കുക്ക് ചെയ്യുമ്പോൾ ചമ്മന്തി ഉണ്ടാക്കും ഞാൻ കറിവേപ്പില നല്ലോണം ഇടും. പിന്നെ ഏത് കറിക്ക് അരക്കുമ്പോഴും ഞാൻ നന്നായി കറിവേപ്പില ചേർത്ത് കൊടുക്കും കേട്ടോ. ഇപ്പോൾ പുളിശ്ശേരിക്കൊക്കെ അരക്കുമ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കും. കാരണം വറുത്തിട്ട് കഴിഞ്ഞാൽ എല്ലാവരും അത് മാറ്റിയിട്ടല്ലേ കഴിക്കാറ്. അപ്പോൾ ഇതിൽ അരച്ച് കഴിഞ്ഞാൽ എല്ലാവരും കഴിച്ചോളുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ കറിവേപ്പില ഞാൻ ഇതുപോലെയാണ് സൂക്ഷിക്കാറ്. ഇതുപോലെ വെച്ചാൽ നമുക്കൊരു 4-5 മാസം വരെ ഇതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ, ഫ്രഷായി ഉണ്ടാവും. പക്ഷേ ഒന്ന് കാര്യം മാത്രം നോക്കിയാൽ മതി, ഓരോ പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോഴും ഇതിൻ്റെ ഏറ്റവും മേലെ വെച്ച ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ അത് മാറ്റി കൊടുക്കണം. അത് നനഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ അത് മാറ്റി കൊടുത്താൽ മാത്രം മതി. പക്ഷേ എനിക്കിത് ഒരാഴ്ചത്തേക്കുള്ളതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഒരുപാട് ഉപയോഗിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തീരും. അപ്പോൾ അങ്ങനെ അധികം ഉപയോഗിക്കാത്തവർക്കിത് കുറേ നാൾ ഇതുപോലെ എടുത്ത് വെക്കാം. പിന്നെ ബോക്സ് തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മൾ സിപ്പ് ലോക്ക് ബാഗിൽ വെക്കുന്നതെങ്കിലും ഇതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം അതിൽ വെച്ചാൽ മതി. ബാക്കിയുള്ള കുറച്ച് കറിവേപ്പില ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കുന്നുണ്ട്. ഇത് ഇന്നത്തേക്കോ 1-2 ദിവസത്തേക്ക് വേണ്ടത്. ഇപ്പോൾ ഞാൻ പുറത്തുതന്നെ വെക്കും, ഇപ്പോൾ വാടുമൊന്നുമില്ല. ഇതിപ്പോൾ പോരെങ്കിൽ തണുപ്പാണല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്കിത് ഈ വേസ്റ്റൊക്കെ കളയാൻ എളുപ്പമാണ് കേട്ടോ. പച്ചക്കറി വേസ്റ്റ് ഇതുപോലെ വെറുതെ ആ പേപ്പർ ഒന്ന് എടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഞാൻ മുഴുവൻ തന്നെ മുറിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ജോലികളൊക്കെ നമുക്ക് വളരെ എളുപ്പം. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതും ഇവിടുന്ന് തന്നെ എടുത്തതാണ് കേട്ടോ. ഇതിൽ 2 പീസ് ഇതാ കുറച്ച് മുള വന്നിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഇഞ്ചി ഞാനൊന്ന് ഇതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാൻ കറിക്ക് വേണ്ടിയല്ല കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. എനിക്ക് രാവിലെ മസാല ചായ ഉണ്ടാക്കുമ്പോൾ അതിലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ഒരാഴ്ചത്തേക്കുള്ളത് മതി. ഇത് ഞാൻ ചെറിയൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കാറാണ്. 2 മുള വന്ന സാധനമില്ലേ, അത് ഞാനിതാ ഇവിടെ ഇതിൻ്റെ അടിയിൽ കുഴിച്ചിടുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് അത്യാവശ്യത്തിന് വേണ്ടതൊക്കെ ഇതാ ഇവിടെ തന്നെ ഉണ്ടാവും. ബാക്കി ഞാൻ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവരാറാണ് കേട്ടോ. അതിൽ നിന്ന് കൊണ്ടുവന്നതിൽ മുള വന്നതൊക്കെ ഇതാ ഇവിടെ ഇടും. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് നമ്മുടെ കൊണ്ടുവന്നത് തീർന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കുന്നത് കണ്ട ഇതുപോലെ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടാലും ഒക്കെ നമ്മൾ ആവശ്യത്തിന് കിട്ടും കേട്ടോ. ഈ അടുത്ത് കാണുന്നത് പച്ചമുളകാണ്. ഇത് കാന്താരിയാണ്. ഇത് ഞാൻ ഇതിന് മുമ്പേ കൊണ്ടുവന്ന കാന്താരി, പഴുത്ത കാന്താരി ഉണ്ടായിരുന്നു. അതിട്ടപ്പം തയ്യായതാണ്. അതിൽ നിറയെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് ചെയ്താൽ നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇത് ഞാൻ വെളുത്തുള്ളിയാണ് കേട്ടോ ചതച്ചെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് എന്തെങ്കിലും പാസ്ത പോലെയുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി മാത്രമല്ലേ നമ്മൾ ഇടാറുള്ളൂ, ഇഞ്ചി വേണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി ചതച്ചതാണ് കേട്ടോ. അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ അപ്പോൾ ആ കൂട്ടത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കുന്നുണ്ട്. അത് ഞാൻ ഉണ്ടാക്കാറ് ഇത് അരക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർക്കുന്നതിലും കുറച്ച് നാൾ കൂടുതൽ കേടാവാതിരിക്കുന്ന എനിക്ക് ഇതുപോലെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണെന്ന് തോന്നിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെക്കേണ്ടത് വെച്ചാൽ ഇതാ ഒരു ബോക്സിലേക്ക് ഓരോ സ്പൂൺ വീതം ഇതുപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ടാണ് ഞാൻ ഫ്രീസ് ചെയ്യാറ്. അല്ലെങ്കിൽ നമ്മൾ ഇതുണ്ടല്ലോ ഐസ് ട്രേ, അതിൽ വെച്ചാലും മതി. പക്ഷേ ഐസ് ട്രേയിൽ ഓൾറെഡി എൻ്റെത് വേറെ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാൻ ജിഞ്ചർ ഗാർലിക് ഇതുപോലെയാണ് ചെയ്യാറ്. മറ്റേത് രണ്ടും ഫ്രിഡ്ജിൽ വെക്കാറാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുമ്പേ വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ നമുക്കിതുപോലെ വെച്ചാൽ ഇത് ഓരോന്നും വേറെ വേറെ ആയി കിട്ടും നമുക്ക് എടുക്കുമ്പോൾ. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറേ വെളുത്തുള്ളി തൊലി ഉണ്ടാകും ബാക്കി. ഇത് നമ്മൾ വൈകിട്ട് കൊതുകിന് പുകയിടുന്നെങ്കിൽ ആ സമയത്ത് ഇത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ കുറച്ച് ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. ക്യാബേജ്, പച്ചമുളക്, സവാള, അതിലേക്ക് തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്ത് ഇതുപോലെ ഞെരടി കുറച്ച് സമയം മാറ്റി വെക്കുക. പിന്നെ കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലിട്ട് ഇളക്കി വേവിച്ചെടുത്താൽ മതി. മൂടി വെച്ച് വേവിക്കുക കേട്ടോ. വെള്ളം തീരെ ചേർക്കരുത്. പിന്നെ തക്കാളി, പച്ചമുളകും എങ്ങനെ സൂക്ഷിക്കുന്നതെന്ന് നോക്കാം. പച്ചമുളകും തക്കാളി ഞാൻ ഇതും എസ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിൻ്റെ ഞെട്ട് ഇതുപോലെ കളഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലിടാം. തീരെ വെള്ളമയം ഉണ്ടാവരുത്. ഇത് അവിടുന്ന് കഴുകിയതാണ്. എന്നാലും വെള്ളമയം ഉണ്ടെങ്കിലും ഒന്ന് ഇതുപോലെ ഒപ്പിയെടുക്കാം. നമ്മൾ തലേ ദിവസം തന്നെ കഴുകി വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ മേലെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്നൊന്നും കേടാവില്ല കേട്ടോ. ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. ഇപ്പോൾ തക്കാളി എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ മേലെ കുറച്ച് ഇതുപോലെ വെളിച്ചെണ്ണ ഒന്ന് തൂവിക്കൊടുത്തതിന് ശേഷം ഇതുപോലെ ഞെട്ടിന് മാത്രം മതി, ഇതുപോലെ തടവി വെച്ചാൽ മതി. കുറേ നാൾ കേടാവാതിരിക്കും കേട്ടോ. ഈ ബോക്സിൽ കൊള്ളുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ബോക്സ് എടുത്ത് വെച്ചത്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ.